നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇവിടെ മഴയ്ക്ക് അല്പം നേരിയ ശമനമുണ്ട്. രാവിലെയായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ഇപ്പോൾ ഏകദേശം കുറച്ചു നേരമായി മഴ മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിലവിൽ നമുക്ക് കിട്ടുന്ന അറിയിപ്പ്, കാലാവസ്ഥ നിരീക്ഷകരിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പ് ഇനിയും തുടർ ദിവസങ്ങളിൽ മഴ കനക്കുമെന്നുള്ള അറിയിപ്പാണ്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതായിട്ട് ഉള്ള അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ലഭിക്കുന്നത്. 8 ജില്ലകളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ കാലവർഷം ശക്തമായി തന്നെ തുടരുകയാണ്. 8.45 സെൻറ്റിമീറ്റർ മഴയാണ് ഇന്നലെ രാവിലെ അവസാനിച്ച 24 മണിക്കൂറിൽ സംസ്ഥാനത്താകെ പെയ്തത്. 22 വരെ, ഈ മാസം 22-ാം തീയതി വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തെക്കൻ ചൈന കടലിലും വിയറ്റ്നാമിനും മുകളിലുള്ള ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കുമെന്നും ഇത് 19-ന് പുതിയൊരു ന്യൂനമർദ്ദമായി മാറും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം. മഴവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാമെന്നാണ് അറിയിപ്പുകൾ ലഭിക്കുന്നത്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള നിർദ്ദേശവും പ്രത്യേകമായി നൽകുന്നു. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിൽ ഇന്നലെ മാത്രം 8 പേരാണ് മരണപ്പെട്ടത്. ഒരാളെ കാണാതായി. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മിക്കയിടത്തും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന അറിയിപ്പുകൾ. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയുള്ള വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ ഈ ഒരു റിപ്പോർട്ട് കാറ്റിന് ഒരു ശമനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നുമൊക്കെയായി കാറ്റിൻ്റെ ശക്തിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത്. മഴയ്ക്കൊപ്പം തന്നെ കാറ്റ് ഇങ്ങനെ തുടരുന്നത് കൊണ്ട് അതീവമായ ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണങ്ങളും മറ്റ് കാലാവസ്ഥാ പഠനങ്ങളുമൊക്കെ നമ്മളെ അറിയിക്കുന്നത്.